Meet the editors. നെഞ്ചിടിപ്പേറ്റുമോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എത്രത്തോളം നാടകീയവും സസ്പെൻസുമാക്കി മാറ്റാമോ അതെല്ലാം നമ്മൾ പാലക്കാട് കണ്ടു. 34 ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 30 ദിവസവും ഓരോ ബ്രേക്കിങ്ങുകളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നമുക്ക് തന്നത്. ചേലക്കരയിലെയും വയനാട്ടിലെയും പ്രിയങ്ക ഗാന്ധിയുടെയും അതേപോലെ മറ്റ് തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പാലക്കാട് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാഷ്ട്രീയ തലസ്ഥാനമായി മാറുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ വാർത്തകളുടെ കാര്യത്തിൽ നെഞ്ചിടിപ്പേറ്റുമോ? നെഞ്ചിടിപ്പേറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. നിശ്ചയമായും വലിയ മത്സരം പാലക്കാട്ട് നടന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. 3 പ്രധാന മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ 1-ാം സ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇക്കുറി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ നെഞ്ചിടിപ്പേറ്റുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ നെഞ്ചിടിപ്പേറേണ്ട ഒരു സാഹചര്യമില്ല എന്ന എൻ്റെ മറുപടിക്കൊരു കാരണമുള്ളത്, നമ്മൾ 2011 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ, ഒരു 10 വർഷത്തെ തിരഞ്ഞെടുപ്പ് പാലക്കാട് നിയമസഭയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പുണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2011 ഷാഫി ഏതാണ്ട് 7000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു വരുന്നു. 2016 അത് 17,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാക്കി അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിൻ്റെ അർത്ഥം വെച്ചാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJPക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയ തെരഞ്ഞെടുപ്പാണ് 2021 തെരഞ്ഞെടുപ്പ്. ഈ ശ്രീധരനാണ് അവിടെ മത്സരിച്ചത്. നമുക്കറിയുന്ന പോലെ 3857 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ UDF നെഞ്ചിടിപ്പ് ഏറിയ മത്സരം തന്നെയായിരുന്നു. കേരളം 2021 അവസാനം കൗണ്ടിങ്ങിൻ്റെ അവസാനം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പും അതായിരുന്നു. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പോലും ഈ 3857 വോട്ടിൻ്റെ ഭൂരിപക്ഷം കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായി അവിടെ പ്രവർത്തിച്ച ഘടകങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമായി അവിടെ ഉണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ശ്രീധരനെ പോലൊരു സ്ഥാനാർത്ഥിയല്ല അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഞാൻ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. അദ്ദേഹം പാലക്കാട്ടുകാർക്ക് വളരെ സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം മത്സരിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന് വേണ്ടിയിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 50,200-ഓളം വോട്ടുകളാണ് ശ്രീധരൻ പിടിച്ചത്. അത്രയും വോട്ട് കൃഷ്ണകുമാറിന് പിടിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണകുമാർ 43,000 വോട്ടിലേക്ക് താഴെ വരികയാണ് ചെയ്തത്. 7,000 വോട്ടിൻ്റെ ഡിഫറൻസാണ് ഈ ശ്രീധരൻ്റെ വോട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ BJPക്ക് അവിടെ ലോസായി മാറിയത്. എന്ന് മാത്രമല്ല, BJP അവിടെ എപ്പോഴും അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താ, പാലക്കാടെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. മോഡിയുടെ ഒരുപാട് പ്രോജക്റ്റുകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടേണ്ട ഒരു സാഹചര്യം പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കെ അവിടെ ശ്രീധരന് കിട്ടിയ 50,200 വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല 7,000-ഓളം വോട്ട് അദ്ദേഹത്തിന് കുറയുകയും ചെയ്തു. 43,000 വോട്ടിലേക്ക് കുറയുകയും ചെയ്തു. നമുക്ക് നോക്കാമെന്നേ, നമുക്ക് 2021 വോട്ടൊന്ന് പരിശോധിച്ച് നോക്കിയേ. 21 എന്താ സ്ഥിതി? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 78,000 വോട്ടുകൾ പോൾ ചെയ്തു. 78,000 വോട്ടുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം പോൾ ചെയ്തത്. പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഏതാണ്ട് നല്ല രീതിയിൽ BJPക്ക് ആധിപത്യമുള്ള മുനിസിപ്പാലിറ്റിയാണ്. അവിടെ ആകെപ്പാട് 52 സീറ്റാണുള്ളത്. അതിൽ 28 സീറ്റുകളും BJPക്കാണ്. അതായത് ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അവിടെ 78,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടപ്പോൾ 34,000 വോട്ടാണ് ഈ ശ്രീധരന് കിട്ടിയത്. 34,000 വോട്ട്, 28,000 വോട്ട് മാത്രമേ ഷാഫി പറമ്പിലിന് കിട്ടിയിരുന്നുള്ളൂ. എന്താണ് ഡിഫറൻസ്? 6,000 വോട്ടിൻ്റെ ഡിഫറൻസാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം ശ്രീധരനുണ്ടായിരുന്നത്. എന്നാൽ മറ്റു 3 പഞ്ചായത്തുകളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. പിരായിരിയിലേക്ക് വരുമ്പോൾ അവിടെ 6,000 വോട്ട് ആ 6,000 വോട്ടിൻ്റെ മുനിസിപ്പാലിറ്റി ലീഡുണ്ടല്ലോ BJPയുടെ, അത് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടുന്നത് കാണാം. അതായത് കോൺഗ്രസിന് UDFന് നല്ല ആധിപത്യമുള്ള പഞ്ചായത്താണ് പിരായിരി പഞ്ചായത്ത്. അവിടെ 12,000 വോട്ട് UDFനുണ്ട്. എന്നാൽ BJPക്കും അതുപോലെ തന്നെ CPMനും തുല്യമായ വോട്ടുകളാണുള്ളത്. 6,000 വോട്ട് 6,000 വോട്ട് വീതമാണ് അവർക്ക് രണ്ടുപേർക്കുമുള്ളത്. ഒരർത്ഥത്തിൽ പിരായിരി പഞ്ചായത്താണ് ഭേദപ്പെട്ട രീതിയിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഡിഫറൻസ് ബിറ്റ്വീൻ BJP ആൻഡ് കോൺഗ്രസ് എന്ന് പറയുന്ന 6,000 വോട്ടാണ്. അതായത് നിങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും നെഞ്ചിടിപ്പോടുകൂടി നടന്ന തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടിയ 6,000 വോട്ട് പിരായിരിയിലേക്ക് വരുമ്പോൾ 6,000 വോട്ട് റദ്ദാക്കപ്പെടുന്നു. അതായത് അവിടെ UDF 6,000 വോട്ടിൻ്റെ ലീഡ് നേടുന്നു. അതോടുകൂടി അത് ക്ലീനായി മാറുന്നു. പിന്നെ വരുന്നത് നമ്മൾ മാത്തൂർ പഞ്ചായത്ത്
പഞ്ചായത്തിലേക്കാണ്. മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ LDFന് നേരിയ ആധിപത്യമുള്ള മണ്ഡലമാണ്, നേരിയ ആധിപത്യമുള്ള പഞ്ചായത്താണ്. അവിടെ 6475 വോട്ടാണ് LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത്. UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത് 6445 വോട്ട്. കേവലം 30 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആര് തമ്മിൽ? LDFും UDFും തമ്മിൽ. പക്ഷേ അവിടെ BJPക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാമോ? 3960. വലിയ രീതിയിൽ BJP പുറകോട്ട് പോയ ഒരു പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. അതോടുകൂടി കോൺഗ്രസ് അവിടെ 2485 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാക്കുകയാണ്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 6000 വോട്ടിൻ്റെ BJPയുടെ ലീഡ് പിരായിരിയിലെത്തുമ്പോൾ 6000 വോട്ട് കൂടുതൽ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് റദ്ദാക്കുന്നു. എന്നിട്ട് മാത്തൂരിലേക്ക് എത്തുമ്പോൾ 2485 വോട്ടിൻ്റെ ലീഡ് നേടുന്നു. ഇത് കഴിഞ്ഞാൽ കണ്ണാടിയിലേക്ക് വരുമ്പോഴും അവിടെയും LDFന് നേരിയ ആധിപത്യമുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത് 6078 വോട്ടാണ്, UDFന് 5965 വോട്ടാണ്. പക്ഷേ വ്യത്യാസം വളരെ ചെറുതാണ്, 113 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ BJPക്ക് അവിടെ കിട്ടുന്നത് 4697 വോട്ടാണ്. അവിടെ 1268 വോട്ടിൻ്റെ ലീഡ് വീണ്ടും കോൺഗ്രസ് ഉണ്ടാക്കുന്നു. ഇതാണ് ഈ 3857 കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും കടുത്ത മത്സരം നടന്ന സമയത്ത് പോലും 3857 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 43000 വോട്ടിലേക്ക് ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. 50000 എന്ന് പറയുന്ന ശ്രീധരൻ പിടിച്ച വോട്ട് പോലും അദ്ദേഹത്തിന് അവിടെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും അവസാനം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന 2 തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ ശ്രീധരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കിയത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു അർബൻ മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ആളുകളുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് സ്വാഭാവികമായും ഫിറ്റാകുന്ന ഒരു മെട്രോമാൻ, ടെക്നോക്രാറ്റ് എന്നൊക്കെ പറയുന്ന വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ആൾ എന്നൊക്കെ പറയുന്ന ഇമേജ് ശ്രീധരന് വളരെയധികം ഗുണം ചെയ്തു. അതുകൊണ്ട് ഈ കോൺഗ്രസ് സിമ്പത്തൈസേഴ്സ് ആയിട്ടുള്ള ഹിന്ദുക്കൾ പോലും ശ്രീധരന് അനുകൂലമായി അവിടെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 6000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ വന്നത്. എന്നാൽ മറ്റു പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് നമുക്ക് ശ്രമിച്ച് ഈ പറയുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും കൃഷ്ണകുമാർ അടിപതറി ആ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് 43,000 കുറഞ്ഞു. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ പറയുന്ന 2024 ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വേറൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് 2024 അതേ പാറ്റേൺ ആവർത്തിക്കാനാണ് സാധ്യത എന്നാണ്. നല്ല രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്, കോൺഗ്രസിന്, UDFന് അവിടെ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ 3857 എന്ന് പറയുന്ന 2021 ഷാഫിയുടെ ഭൂരിപക്ഷത്തെക്കാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. എന്നാൽ 2 നെഗറ്റീവ് ഫാക്ടറുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കോൺഗ്രസിലെ അന്തഛിദ്രം തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VD സതീശൻ ത്രയത്തിനെതിരായിട്ട് തങ്കപ്പൻ, VK ശ്രീകണ്ഠൻ, തുളസി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ മറ്റൊരു വിഭാഗം കൂടി ചേരുമ്പോൾ വേണമെങ്കിൽ ഒരു കലഹം അതിനകത്ത് രൂപപ്പെടാം. പ്രത്യേകിച്ച് പാലക്കാട്, പിന്നെ ചില പഞ്ചായത്തുകൾ സ്വാധീനമുള്ള AV ഗോപിനാഥിനെയൊക്കെ പോലെയുള്ള വിമതരായിട്ട് നിൽക്കുന്ന ആളുകൾ കൂടി ഈ പറയുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ അവിടെ എന്ത് റിസൾട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മുനമ്പം ഉയർത്തിവിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ്. 7000-ഓളം വോട്ടുകളുണ്ട് അവിടെ ക്രിസ്ത്യാനികൾക്ക്. പാലക്കാട് അതിരൂപത വളരെ ശ്രദ്ധയോടുകൂടി സമീപനവും എടുത്തിട്ടുണ്ട്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മുനമ്പം സമരപ്പന്തലിലെത്തിയത്. അത് കൃഷ്ണകുമാറാണ്. ആ മുനമ്പം സംഭവത്തെ പൊളിറ്റിക്കലി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ട് കൃത്യമായി ഏറെക്കുറെ 30% വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് വിലയിരുത്തുന്ന പാർട്ടിയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് BJPയോട് തൊട്ടുകൂടായ്മ ഇല്ലാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത് പാലക്കാട് പരമാവധി മുതലാക്കാനായിട്ട് ശ്രമിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി തന്നെ മുൻപും സമരപന്തൽ സന്ദർശിച്ച ഒരാളുമാണ്. ഈ 2 ഫാക്ടറാണ് അവിടെ കോൺഗ്രസിനെ വലയ്ക്കാൻ നിൽക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിലേറ്റവും ശക്തമായി ഞാൻ കാണുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ശ്രമമുണ്ടാകുമോ എന്നുള്ളതാണ്. അതിന് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും തന്നെയാണ് ഈ നിമിഷം വരെ അഡ്വാൻറ്റേജ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭ ഇക്കുറിയും ഒരു അട്ടിമറി സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ കോൺഗ്രസിന്, UDFന് വിജയിച്ചു വരാൻ കഴിയും. പ്രധാനമായും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന 24% വരുന്ന മുസ്ലിം വോട്ടെന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിലെ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിലേക്കും അതുപോലെ തന്നെ UDFിലേക്കുമാണ്. പക്ഷേ ഇക്കുറി കൃഷ്ണകുമാറിൻ്റെ വിജയസാധ്യതയെ കണ്ടുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന്
തെരഞ്ഞെടുപ്പിന് പിന്നിൽ നിൽക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായും വളരെ അഡ്വാൻറ്റേജിയസ് പൊസിഷനിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. അതുകൊണ്ട് നെഞ്ചിടിക്കേണ്ട ഒരു കാര്യവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങാം. മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. പാലക്കാട്ട് നെഞ്ചിടിപ്പേറ്റുമോ എന്നാണ് ചോദ്യം. സ്മൃതി. നെഞ്ചിടിപ്പേറ്റുന്നുണ്ട്. കാരണം ഷാഫി എന്തിനു വടകരയിലേക്ക് പോയി എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ വടകരയിൽ പോയതുകൊണ്ട് പാലക്കാട് BJPക്ക് പോയി എന്ന ഒരു ആഖ്യാനത്തിലേക്ക് എത്തിക്കാൻ CPM ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പലതവണ നേരത്തെ തന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. അതുകൊണ്ട് BJPക്ക് എതിരായ വലിയ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു കേട്ടുമില്ല. മാത്രമല്ല മറിച്ച് ഒരേ രൂപത്തിലുള്ള ആരോപണങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്യുന്നു. SDPI വിഷയത്തിലടക്കം നടത്തിയ പ്രതികരണങ്ങളിൽ ഒരു സാമ്യം രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ശ്രീധരൻ മത്സരിച്ചിരുന്ന ആ തെരഞ്ഞെടുപ്പായിരുന്നു ഏറ്റവും നെഞ്ചിടിപ്പേറ്റിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ ബലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ശരി തന്നെയാണ്, ആ സ്ഥാനാർത്ഥിയുടെ ഇമേജുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന വിജയത്തിന് ശേഷമുള്ള BJP, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിലൊരു ആത്മവിശ്വാസം അവർക്ക് കൂടുതൽ കൂടിയിട്ടുണ്ട്. അതേ തന്ത്രങ്ങൾ ഇവിടെയും പ്രയോഗിക്കുന്നുണ്ട്. അതിലപ്പുറം ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി തീവ്രമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് ഭൂരിപക്ഷ വോട്ട് പൂർണ്ണമായും BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം BJP അവിടെ നടത്തുന്നു. അതിന് സഹായമാകുന്ന കാര്യങ്ങളാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അടുത്താണ് CPM സംശയത്തിന് നിഴലാകുന്നത്. ഇപ്പോൾ ഈ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങൾ എന്നുള്ള ഒരു സ്ഥാനം, ആ സ്ഥാനത്തെയാണ് എല്ലാവരും ആദരിക്കുന്നത്. പല വിഷയങ്ങളും അവരെടുക്കുന്ന നിലപാടുകൾ, പല വിഷയങ്ങളും പരിഹരിക്കാൻ എടുത്തിരുന്ന നിലപാടുകൾ, അതിന് എടുത്തിരുന്ന മുൻകൈ ഒക്കെയാണ് പാണക്കാട് തങ്ങൾമാരെ ആ രൂപത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തികളായി മാറ്റിയിരുന്നത്. അപ്പോൾ അവർക്ക് വിശ്വാസപരമായി അവർ വേറൊരു സ്ഥാനം തന്നെ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ലീഗുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ തങ്ങൾ പഴയ തങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ആ പരാമർശത്തിലേക്കൊക്കെ വരുന്നത് സമസ്തയിലുണ്ടായിരിക്കുന്ന ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ആ വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന വ്യക്തി, സന്ദീപ് വാര്യർ എത്ര പ്രധാനപ്പെട്ട നേതാവാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചറിയാം. ചർച്ചകളിൽ വന്നിരിക്കുന്ന ഒരു നേതാവ് എന്നതിനപ്പുറം BJP ഒരു നഷ്ടമായി കാണുന്നില്ല എന്ന് പറയുന്നിടത്ത് സന്ദീപ് വരട്ടെ എന്നൊരു ഘട്ടത്തിൽ CPM പറഞ്ഞിരുന്നു. സന്ദീപ് മാറി വരികയാണെങ്കിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്ന സന്ദീപുമായിട്ട് പിന്നീട് ചർച്ചകൾ എന്തുകൊണ്ടോ നടന്നില്ല. അപ്പുറത്ത് വളരെ രഹസ്യമായി കോൺഗ്രസ് ചർച്ചകൾ നടത്തുകയും സന്ദീപിനെ കൊണ്ടുപോവുകയും ചെയ്തു. സന്ദീപിനെ ഒരു വലിയ രൂപത്തിൽ അവർ അവതരിപ്പിക്കുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സന്ദീപിനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള BJP ക്യാമ്പിനകത്തുനിന്നും ഒരാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. അത് അയാളുടെ ക്വാളിറ്റി എന്നതിനപ്പുറം അതിലൊരു രാഷ്ട്രീയ നേട്ടം അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ വിഷയം, ആ പേര് പോലും പറയാതെ ആ വിഷയം ഊന്നിക്കൊണ്ടാണ് പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നതിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ BJP ഇന്നതിൻ്റെ ചർച്ചയിലെ BJP പ്രതിനിധി പറയുന്നു, എന്തിനാണ് മറ്റ് UDFിലെ മറ്റ് കക്ഷികളെ ഒന്നും കാണാൻ പോകാതെ എന്തിന് പാണക്കാട് തങ്ങളെ കാണാൻ പോകണം? കോൺഗ്രസിൽ ചേരണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുമതി വേണമെന്ന് ചോദിക്കുന്നതിൽ ഒരു ദുസ്സൂചനയുണ്ട്. ആ ദുസ്സൂചനയും ഇപ്പുറത്തെ SDPയുടെ ഘടകകക്ഷിയെ പോലെ മാറിയിരിക്കുന്നു ലീഗ് എന്ന് പറയുന്നതിനകത്തൊരു ദുസ്സൂചനയുണ്ട്. ആ ദുസ്സൂചന എന്തിനാണ്? SDPI തീവ്ര നിലപാടുള്ള സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ആ PFI നിരോധിക്കപ്പെട്ട സംഘടനയാണ്, അതിൻ്റെ രാഷ്ട്രീയ സംഘടന SDPI. ആ SDPI ഇപ്പോൾ SDPയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ വലിയ രൂപത്തിൽ എന്താ പറയുക കേസ് എടുക്കാവുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കേസ് എടുത്തു പോയും നിരോധിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. SDPI ഇവിടെ ഇപ്പോൾ നിലവിൽ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണ്. അവർക്കൊരു രാഷ്ട്രീയ നിലപാടെടുക്കാം, ഏത് സംഘടനയും എന്ന പോലെ, ഏത് തീവ്ര നിലപാടുള്ള സംഘടന എന്ന പോലെ. RSSനൊരു നിലപാട് ഉള്ളതുപോലെ തന്നെ SDPക്ക് ഒരു നിലപാടുണ്ട്. അപ്പോൾ അവരൊരു നിലപാടെടുക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് UDFനെ പിന്തുണയ്ക്കുക എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നു. അവരത് പ്രഖ്യാപിക്കുമ്പോൾ തീവ്ര നിലപാടുള്ളവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ SDPയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുന്നതും ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അവിടെ നിന്ന് കിട്ടുന്ന വോട്ട് കിട്ടട്ടെ എന്നുള്ളതാണ്. പക്ഷേ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന രൂപത്തിലും SDPക്ക് ഉള്ളതിലും വലിയൊരു വലിപ്പം ഉണ്ടാക്കിക്കൊണ്ടും ഇവിടെ CPMും BJPയും പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. CPMനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരസ്യമായി CPM പ്രഖ്യാപിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മതരാഷ്ട്രം വേണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗ്രഹം, ആവശ്യം എന്ന് പറയുന്നു. അത് അന്നും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവരൊരു പ്രത്യേക ഒരു പ്രവർത്തനമൊന്നും ഇവിടെ രാജ്യത്ത് നടത്തിയ നമ്മുടെ മുന്നിൽ തെളിവുകളില്ല.
പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പിന്തുണ സ്വീകരിച്ചിരുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ അങ്ങ് തള്ളിപ്പറയുകയാണ്. ലീഗുമായി ബന്ധപ്പെട്ട് നമ്മളതാണ് കാണുന്നത്. SDPI എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ മുഴുവൻ SDPIക്ക് കീഴിലാണ് അല്ലെങ്കിൽ SDPIയുമായി ബന്ധപ്പെട്ടാണോ ഈ ന്യൂനപക്ഷം മുഴുവൻ നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നുള്ളത് അവർക്ക് മറ്റു ചില തന്ത്രങ്ങൾ അവിടെ ഉണ്ട് എന്നത് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതും പ്രധാനമാണ്. അവിടെയാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമോ. അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് പുറമേക്ക് ഈ ട്രോളി വിവാദത്തിന് ശേഷം എല്ലാ നേതാക്കളും ഒരുമിച്ചാകുന്നതും ഒരുമിച്ച് പ്രതികരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ഇടയ്ക്കുള്ള മുരളീധരൻ്റെ പ്രതികരണം ഒഴിച്ച് അങ്ങനെയുള്ള പരസ്യ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അറിയില്ല അതിനകത്ത് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പുറത്തു വന്ന ആ കത്തുണ്ടല്ലോ, ആ കത്തിൻ്റെ തുടർച്ചയായിരിക്കും അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന അല്ലെങ്കിൽ വലിയ രൂപത്തിൽ നേതൃമാറ്റം വരുത്തുന്ന 2026 തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു സംഘർഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. CPM-ലായാലും കോൺഗ്രസിലായാലും BJP-യിലായാലും തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ അതിനകത്തെ അന്തർസംഘർഷങ്ങളുടെ വാർത്തകളുടെ ദിവസങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ. അതാരാണോ ജയിക്കുന്നത് ആരാണോ തോൽക്കുന്നത് അനുസരിച്ചിരിക്കും ആ കാര്യങ്ങൾ. അപ്പോൾ ആ രൂപത്തിൽ നെഞ്ചെടുപ്പേറ്റുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുലിന് അനുകൂലമായ മറ്റ് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് രാഹുലാണ് ഏറ്റവും വലിയ പ്രതിയോഗി എന്നുള്ളതുകൊണ്ടാണ് ഇരു കൂട്ടരും രാഹുലിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് പോലും കടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ സരിനോ എന്ന ചോദ്യത്തിൽ നിന്നും സരിൻ എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സരിന് ആ പ്രചാരണത്തിലുടനീളം അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയേക്കാൾ ഒരു പേരായി അവതരിപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു 1000 വോട്ടെങ്കിലും കൂട്ടാനായിട്ടില്ലെങ്കിൽ അവിടെയും ചോദ്യം ചെയ്യപ്പെടും CPM എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ നെഞ്ചെടുപ്പ് ഏറുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് 9ാമത്തെ തവണ കൃഷ്ണകുമാറിനെ പരീക്ഷിക്കുമ്പോൾ കൃഷ്ണകുമാർ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ എന്ന ചോദ്യം പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കൃഷ്ണകുമാർ വിജയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ K. സുരേന്ദ്രനെ സംബന്ധിച്ചും K. സുരേന്ദ്രൻ്റെ തീരുമാനങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന ചോദ്യം സുരേന്ദ്രൻ നേരെയും വരും. സുരേന്ദ്രൻ്റെ ഇപ്പോൾ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, പാലക്കാട് വിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണികളെ സംബന്ധിച്ചും നെഞ്ചിടിപ്പേറുന്ന തെരഞ്ഞെടുപ്പാണ്. അതിതീവ്രമായ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരിക്കലും പറഞ്ഞുകൂടാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരെ പോയിട്ടുള്ള പ്രചാരണ വിഷയങ്ങളിലേക്ക് പോലും കടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളതാണ്. നെഞ്ചിടിപ്പേറ്റുമോ എന്ന ചോദ്യത്തിന് കടലാസിൽ നെഞ്ചിടിപ്പേറ്റേണ്ട കണക്കുകൾ UDF-നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ രണ്ടും കടലാസിൽ UDF-ന് അനുകൂലമായ കണക്കുകളാണ് സമ്മാനിക്കുന്നത്. 2021 നേരത്തെ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്ന വണ്ണം LDF-ന് ഏതെങ്കിലും തരത്തിൽ UDF-നെ മറികടക്കണമെന്നുണ്ടെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ 11,450 വോട്ടുകൾ മറികടക്കണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം. അങ്ങനെ വന്നാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്ത് എത്തും. അത്രേ ഉള്ളൂ. കാര്യം അവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA ആണ്. NDAയും LDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 17,688 വോട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം. ഞാൻ ഉറപ്പിച്ചു പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 17,688 വോട്ട് പോയിട്ട് ഒരു 5,000 വോട്ട് പോലും ആ അർത്ഥത്തിലുള്ള ഡിഫറൻസ് കുറയ്ക്കാൻ CPM-ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിയില്ല. അത്രത്തോളം ദുർബലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ സംഘടനാ പ്രവർത്തനം. വെരി ക്ലിയർ. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കാര്യമായ പിന്തുണ LDF-ന് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിലും 2021 മൊത്തം അന്ന് ശ്രീധരന് കിട്ടിയ 50,000 വോട്ടിൽ ഒരു 6,000-7,000 വോട്ടുകൾ സ്റ്റിൽ ഐ ബിലീവ് അത് പരമ്പരാഗതമായി BJP-യുടെ വോട്ടല്ല. അത് അവിടെ ആടി നിന്നിരുന്ന സിംഗ് വോട്ടുകളാണ്. ആ സിംഗ് വോട്ടുകൾ വ്യക്തികേന്ദ്രീകൃതമായി രേഖപ്പെടുത്തുന്ന വോട്ടുകളിലാണ്. CPM പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് BJP-യുടേതല്ലാതെ ശ്രീധരൻ്റെ പെട്ടിയിൽ വീണ 7,000-ഓളം വോട്ടുകളിൽ പകുതി വോട്ടുകൾ ഇത്തവണ മെട്രോമാൻ എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ കാൻഡിഡേറ്റിൻ്റെ വ്യക്തിത്വ മികവിൽ ഒരു ഡോക്ടർ കൂടിയായ ഡോക്ടർ പീസറിന് സിവിൽ സർവീസിലെ ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ പീസറിന് ഈ തെരഞ്ഞെടുപ്പിലുടനീളം വളരെ വ്യക്തമായി രാഷ്ട്രീയം സംസാരിക്കുകയും വളരെ വ്യക്തമായി തന്നെ അഭിപ്രായം പറയുകയും പാലക്കാടിൻ്റെ വികസന പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത സരിനെ സംബന്ധിച്ചിടത്തോളം ആ 3,500-4,000 വോട്ടുകൾ കിട്ടുമെന്നതാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. കാരണം സരിന് മണ്ഡലത്തിലൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയ വില നൽകേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം
പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിലേക്ക് പോയാൽ അവിടെയുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികസന വിരുദ്ധ വികാരം അവിടെയുള്ള കൃഷ്ണകുമാറിനെതിരാണ്. അതേസമയം തന്നെ ഗ്രാമത്തിലും നഗരത്തിലും ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ചതും കഴിഞ്ഞ 8 വർഷമായി പൂർത്തിയാക്കാൻ കഴിയാതെ പോയതുമായിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഉത്തരവാദിത്വം എന്തൊക്കെ പറഞ്ഞാലും ഷാഫി പറമ്പിലാണ്. ഉദാഹരണം, നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്ത നമ്മളുടെ പരിപാടിയിൽ മൊയിൻ സ്കൂളിൽ ഡിജിറ്റലൈസേഷൻ 8 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ഷാഫി പറമ്പിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വിവിധ ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒരു പടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതേസമയം നമുക്കൊരു മാതൃകയുണ്ട്. കോഴിക്കോട് നടക്കാവ് സ്കൂള് കോഴിക്കോട് ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് UDF അധികാരത്തിലിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയ CPMൻ്റെ MLA ആയ പ്രദീപാണ് നടക്കാവ് സ്കൂൾ നടപ്പിലാക്കുന്നത്. ഇത് തമ്മിലാണ് കമ്പാരിസൺ ഉണ്ടാവുന്നത്. അവിടെ നടക്കാവിൽ പ്രദീപിന് സാധിച്ചു, എന്നാൽ എന്തുകൊണ്ടാണ് മൊയിൻ സ്കൂളിൻ്റെ കാര്യത്തിൽ ഷാഫി പറമ്പിലിന് കഴിയാതെ പോകുന്നത്? അപ്പോൾ മുനിസിപ്പാലിറ്റിക്കുള്ളിലും പാലക്കാട് മണ്ഡലത്തിനുള്ളിലും സരിന് ആ അർത്ഥത്തിലുള്ള ഒരു വികസന വിരുദ്ധതയുടെ വില നൽകേണ്ടി വരുന്നില്ല. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാവട്ടെ തന്ത്രപൂർവ്വം ഈ തവണ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നതിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. കോൺഗ്രസും അത് ആവർത്തിച്ചിട്ടില്ല, കോൺഗ്രസും അത് എണ്ണിപ്പറയാൻ തയ്യാറായിട്ടില്ല. അത് മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടേ ഇല്ല. മണ്ഡലത്തിൽ നമ്മൾ പോയപ്പോൾ കേട്ടത് റോഡുകൾ, ടൗൺ ഹാളുകൾ, മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ, ഈ പറയുന്ന മൊയിൻ സ്കൂളിൻ്റെ വിഷയങ്ങൾ, ഇതെല്ലാം മണ്ഡലത്തിൽ ചർച്ചയാവുന്നു. മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ അത് ചർച്ചയാവുന്നു. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത്തരമൊരു വികസന പ്ലാൻ മുന്നിലോട്ട് വയ്ക്കുന്ന സരിനെ സംബന്ധിച്ചിടത്തോളം മെട്രോമാൻ ശ്രീധരന് കിട്ടിയ വോട്ടുകളുടെ പകുതിയെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഒരു കണക്ക്. രണ്ടാമത്തെ കണക്കിന് ഈ ഗ്രാമങ്ങളിലേക്ക് വന്നാലോ, കണ്ണാടിയിലും മാത്തൂരിലും മാത്രമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം LDFനും UDFനും തമ്മിലുള്ളത്. വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം മാത്തൂരിലാണെങ്കിൽ അത് 160 ഇല്ല, മാത്തൂരിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 30 കണ്ണാടിയിൽ അത് 76 ക്ഷമിക്കണം 163 ദെൻ പിരായിരിയിൽ പക്ഷേ 6201 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് LDFും UDFും തമ്മിൽ. ഇതാണ് ആ പിരായിരി മറികടക്കാൻ കഴിയുമോ എന്നതാണ് LDFിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതത്ര എളുപ്പം മറികടക്കുക സാധ്യമല്ല. കാരണം അവിടെ ഈ മൈനോറിറ്റി, എസ്പെഷ്യലി 22.5 23% വരുന്ന മുസ്ലിം പോപ്പുലേഷനിൽ ഒരു നല്ല ശതമാനം, ഒരു 70 to 80% വോട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന് വേണ്ടിയാണ്. 2021 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന് മെട്രോമാൻ ശ്രീധരൻ വരുന്നു. ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്ക് കിട്ടേണ്ട വോട്ടുകളായി അത് പലതരത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ അവിടെ നടന്നു. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ആ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ നടന്നു. പക്ഷേ ഇക്കുറി ആ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ നടക്കുമോ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് SDP-യുടെയും ജമാഅത്തുടെയും കൂടി പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും കോൺഗ്രസ് അത് തള്ളിപ്പറയാതെ പോകുന്നതും. ഷാഫി പറമ്പിലിന് കിട്ടിയ ഈ മൈനോറിറ്റി വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് SDP-യുടെ വോട്ട് സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയത്. അതല്ലെങ്കിൽ കോൺഗ്രസിന് പറയാം, CPM പറയുന്നുണ്ട് SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ജമാഅത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ആ 2 വോട്ടുകളും തങ്ങൾക്ക് കിട്ടില്ല എന്ന് CPM-ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ CPM ആ നിലപാടെടുക്കുന്നു. പക്ഷേ അത്തരമൊരു നിലപാട് ഇവിടെ കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും. കാരണം സ്റ്റിൽ ഐ ബിലീവ് 10 മുതൽ 12,000 വോട്ടുകൾ വരെ അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ അവിടെ മാറിപ്പോകും. അതുകൊണ്ട് നോട്ടയ്ക്ക് കുത്തിയാൽ പോലും അത് രാഹുലിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും പിരായിരിയിൽ. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നോക്കൂ, ഏറ്റവും ദയനീയമായൊരു കാഴ്ചയല്ലേ ഇന്നിപ്പോൾ സന്ദീപ് വാര്യരെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടും മറുഭാഗത്ത് PDP-യുടെ SDP-യുടെ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടുമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടിനെയും തള്ളിപ്പറയാതെ നിൽക്കേണ്ടി വരുന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. സന്ദീപ് വാര്യരെ നിങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഫ്രണ്ട് റണ്ണറായിട്ട് നിർത്തുക? അദ്ദേഹം RSSുമായിട്ടുള്ള ബന്ധം ഒരു പുലർച്ചെ ഒഴിവാക്കുമ്പോൾ എന്തുകൊണ്ട് മാറി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് അദ്ദേഹം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് മാറിയതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ, സ്ഥാനാർത്ഥി സീറ്റല്ല, അവിടുത്തെ കൺവെൻഷനിൽ മുൻനിരയിൽ ഒരു സീറ്റ് രഘുനാഥ് കൊടുത്തിരുന്നെങ്കിൽ ഈ സന്ദീപ് വാര്യർ ഇന്ന് BJP ക്യാമ്പിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു കൺവെൻഷനിൽ ഒരു സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയ, ന്യൂനപക്ഷ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയ, മതേതരത്വത്തെ പോറലേൽപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് കൊന്നതേ ഉള്ളൂ എന്ന് മറ്റൊരു സഹപാനലിസ്റ്റിൻ്റെ ചോദ്യത്തോട് പരിഹാസരൂപേണ പ്രതികരിച്ച, അതിൻ്റെ ഇമ്പാക്റ്റുകളെക്കുറിച്ച് ബോധ്യമില്ലാത്ത
കശ്മീരികളിൽ മുസ്ലിങ്ങളെ കുറിച്ച് വളരെ മോശമായി പ്രതികരിച്ച നമ്മളുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു രാജ്യദ്രോഹിയാണെന്ന് പോസ്റ്റിട്ട, നെഹ്റു കുടുംബത്തിൻ്റെ കുറിച്ച് വളരെ മോശമായി പോസ്റ്റിട്ട ഒരു നേതാവിനെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥ കോൺഗ്രസിന് ഉണ്ടാവുന്നത് ഈ കണക്കിലെ കളിക്കും അപ്പുറം അടിയൊഴുക്കുകൾ വളരെ എങ്ങനെയാണ് പോവുക എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. നേരത്തെ സൂചിപ്പിച്ച ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് 3-3.5% ഉള്ളൂ. ഏകദേശം 6500ഓളം വോട്ടുകൾ മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ആ 6500 വോട്ടുകളിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്തതിൽ 80% ഷാഫിക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്ത വോട്ടുകളാണ്. ആ വോട്ടുകൾ, അതായത് 4000 വോട്ടുകൾ ഷാഫി, അല്ലെങ്കിൽ 4800 വോട്ടുകൾ ഷാഫി പറമ്പിലിന് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4800 വോട്ടുകളിൽ ഇത്തവണ പകുതി BJP-യിലേക്ക് പോയാൽ അതേസമയം 2200 വോട്ടിൻ്റെ കുറവ് അവിടെ ഉണ്ടാവും. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് 22%, ഏകദേശം ഒരു 24,000 വോട്ടുകൾ ഷാഫിക്ക് കിട്ടിയ വോട്ടിൽ ഒരു 10,000 വോട്ട് സ്പ്ലിറ്റ് ചെയ്താൽ 12,000 വോട്ട് മാറും. മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് സരിന് മാറിക്കഴിഞ്ഞാൽ ആ കണക്കുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ളിലുള്ള അന്തഛിദ്രങ്ങൾക്കുമൊപ്പം ഈ കണക്കുകൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷെ അവർ കോൺഫിഡൻ്റ് ആവുന്നത് ലീഗ് ഒപ്പം നിൽക്കുന്നു, SDP ഒപ്പം നിൽക്കുന്നു, ജമാഅത്തെ ഒപ്പം നിൽക്കുന്നു, സന്ദീപ് വാര്യർ ഒപ്പം നിൽക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഐ സ്റ്റിൽ ബിലീവ് കണക്കിലെ കളികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്പോഴും ഒരു 7000 മുതൽ 9000 വോട്ടിൻ്റെ ആനുകൂല്യം UDF ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് പാലം വലിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 12ഓളം പ്രാദേശിക നേതാക്കൾ 12 ദിവസത്തെ ഇടവേളയിൽ കോൺഗ്രസിൽ നിന്നിറങ്ങി CPM-ലേക്ക് വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. 1, 2, 3 നേതാക്കൾ വന്നിട്ടുണ്ട്. ഇന്ന് പോലും ഭാസ്കരൻ എന്ന ഭാസി എന്നൊരു മുൻ കൗൺസിലർ ഇറങ്ങി വരികയാണ്. എത്രമാത്രം സ്വാധീനശേഷിയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ നോക്കൂ, അദ്ദേഹം ഒരു കൗൺസിലറായിരുന്നു, ഒരു വാർഡ് മെമ്പറായിരുന്നു. ഒരു 10-15 പേരെ മാറ്റാൻ കഴിയുന്നതിനുമപ്പുറം ഒരു വാർത്തയുടെ തലക്കെട്ടായി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ പടിയിറക്കമുണ്ടാവുന്നതായ ഒരു പ്രതീതി ജനിപ്പിക്കാൻ CPM-ന് സാധിച്ചു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് വോട്ടായി പ്രതിഫലിക്കുക, ബൂത്തുകളിൽ കൃത്യമായി കോൺഗ്രസ് വോട്ടർമാരെ എത്തിക്കാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഓർമ്മിക്കണം, അത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർക്കാണ് പലപ്പോഴും ചാർജ്. ഈ 180 മണ്ഡലങ്ങളിൽ പല ബൂത്തുകളുടെയും ചുമതല മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ്. മലപ്പുറത്ത് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ചുമതലയെടുത്തത് എനിക്കറിയാം. കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതിന് ചുമതലയെടുത്തിരിക്കുന്നത് അറിയാം. അത് മണ്ഡലത്തെ അറിയാത്ത നേതാക്കൾ പോലും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായി പാലക്കാട് മണ്ഡലത്തിൽ വരുന്ന നേതാക്കൾക്കും ആ ബൂത്തിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ അവിടെ വ്യക്തമാവുന്ന കഥകളാണ്. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പേറുന്നത് അടിയൊഴുക്കുകളുടെ കാര്യത്തിലാണ്. കടലാസിലെ കണക്കിൻ്റെ കാര്യത്തിൽ നെഞ്ചിടിപ്പേറ്റേണ്ട ഒരാവശ്യവും പാലക്കാട് ഇല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി എങ്ങനെയാണ് വരിക എന്നുള്ളത് കൂടി വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ് എന്നാണ്. ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. അങ്ങനൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ KPCC പ്രസിഡന്റ് അവിടെ നിലവിലിരിക്കെ പ്രതിപക്ഷ നേതാവ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല. സംഘടനാപരമായി മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് പറയേണ്ട ഭാഷ പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ വായിച്ചെടുക്കാം. ഈ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കു തന്നെയാണ് എന്നാണ് ഇന്ന് VD സതീശൻ പറഞ്ഞു വെച്ചത്. അവിടെയാണ് K. മുരളീധരൻ്റെ ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രസക്തമാകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്കാണ് എന്നാണ്. അവിടെയാണ് സരിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി നിൽക്കുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ 48 മണിക്കൂറായി കോൺഗ്രസിൻ്റെ പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ഐക്യം നമുക്ക് കാണാം. VK ശ്രീകണ്ഠനും തങ്കപ്പനും ഈ പറയുന്ന KPCC പ്രസിഡൻറ്റും VD സതീശനും K. മുരളീധരൻ, ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ K. മുരളീധരനും എല്ലാം ആ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് VD സതീശൻ പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത്. ഇത് കോൺഗ്രസിൻ്റെ രീതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അത് കോൺഗ്രസിൽ വീണ്ടും ആ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ ഒരു ആശങ്കയ്ക്കോ ഇടയാക്കി മാറ്റും. അത് KPCC പ്രസിഡന്റിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു. നോക്കൂ, ഈ തിരഞ്ഞെടുപ്പ്
ഞാൻ ഇപ്പോഴും പറയുന്നു, അതിൽ മാസ്റ്റർ മൈൻഡ് ഒരുപക്ഷെ വി ഡി സതീശനായിരിക്കാം. പക്ഷേ വി ഡി സതീശൻ പറയേണ്ടിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തീരുമാനമെടുത്ത ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇത് പ്രതിപക്ഷത്തിന് വിലയിരുത്തലായി കണക്ക് കൂട്ടണമെന്നാണ്. പ്രതിപക്ഷത്തിന് വിലയിരുത്തലൊന്നുമല്ല പാലക്കാട് നടക്കാൻ പോകുന്നത്. അത് മുനിസിപ്പാലിറ്റിയുടെ വിലയിരുത്തലാണ്, ഷാഫി പറമ്പിൽ എന്ന MLA വിലയിരുത്തലാണ്, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ വിലയിരുത്തലായി മാറേണ്ടതാണ്. പക്ഷെ പാലക്കാട്ടെ അടിസ്ഥാന വിഷയങ്ങളിൽ പലതും MLA കണ്ണുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ആ കണ്ണുകൾ പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്നില്ല. മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെ രണ്ടിനെയും മറികടന്നുകൊണ്ട് സർക്കാർ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയി പാലക്കാടിന് വേണ്ടി ചെയ്തു കൊടുത്തതായി നമ്മുടെ മുന്നിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നെഞ്ചിടിപ്പേറ്റുമോ എന്ന ചോദ്യത്തിന് അടിയൊഴുക്കുകളിൽ നെഞ്ചിടിപ്പേറും, കടലാസിലാണെങ്കിൽ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ടേക്ക്. നെഞ്ചിടിപ്പേറ്റുമോ എന്നാണ് ചോദ്യം. ആൻഡ്രു. അരുൺ, നമ്മുടെ കണക്കിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതാണ് അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് കോൺഗ്രസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന മണ്ഡലമാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ നോക്കുമ്പോൾ 78,000 വോട്ട് പോൾ ചെയ്ത മുനിസിപ്പാലിറ്റിയിൽ 35,000 വോട്ടാണ് ശ്രീധരന് കിട്ടിയത് ആണല്ലോ. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല 35,000 നിന്നും താഴെ പോകുന്നത്. കാരണം എന്താണ്, 28 വാർഡുകൾ ഭരിക്കുന്നത് BJP ആണ്. അവിടെ 6 വാർഡ് ഭരിക്കുന്നത് ആരാണ്? സ്വതന്ത്രനാണ്. ബാക്കി 12 വാർഡാണ് UDFിൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ബാക്കി എത്രയാണ്? ബാക്കി എത്ര? 6 വാർഡാണ് അല്ലേ? 8 വാർഡാണ് CPMൻ്റെ ഇടതുപക്ഷം ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 28 വാർഡ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പിന്നെ BJP, ആ 28 വാർഡ് കിട്ടാൻ കാരണക്കാരനായ ആൾ ശ്രീകൃഷ്ണകുമാറാണ്. അവിടെ ഈ ശ്രീധരനല്ല. ഞാൻ വിചാരിക്കുന്നത് അവിടെ നമ്മൾ എറണാകുളം പറയുന്നത് പോലെയും തിരുവനന്തപുരം കോർപ്പറേഷൻ പറയുന്നത് പോലെയൊന്നും പിന്നെ നമുക്ക് പോയിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിനെ പറയാൻ പറ്റില്ല. കാരണം അവിടെ ജീവിക്കുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. അവിടെ മെട്രോമാൻ ആയതുകൊണ്ട് പാലക്കാടത്തെ വോട്ടുകൾ മുഴുവനെ ഭയങ്കര ഇരട്ടിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ വിശ്വസിക്കുന്നത് BJPക്ക് അവിടെ 2006 ഇലക്ഷനിൽ 25,000 വോട്ടായിരുന്നു ഓരോ ചോര പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇങ്ങോട്ട് ഗ്രാജുവലായ ഒരു വളർച്ച സത്യം പറഞ്ഞാൽ പാലക്കാട് BJPക്ക് ഉണ്ട്. അതിനിടയ്ക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് കുറച്ച് വോട്ട് കുറഞ്ഞു പോയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലായ ഒരു വളർച്ച BJPക്ക് പാലക്കാടുണ്ട്. അതുകൊണ്ടാണ് 43,000 വോട്ട് ഈ പറഞ്ഞ ശ്രീകൃഷ്ണകുമാർ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ അവിടെ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ 43,000 വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ കിട്ടില്ല. ബാക്കി പിരായിരി മണ്ഡലത്തിലൊന്നും BJPക്ക് ഈ പറഞ്ഞ ഒരു സ്കോപ്പും ഇല്ല. അവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്താണ് BJP ആകെ കണ്ണുവച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമാണ്. പാലനത്തെ സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണകുമാർ പാലക്കാടുകാരനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടും എത്ര ശതമാനം വോട്ട് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് പിരായിരി പഞ്ചായത്തൊക്കെ എണ്ണുമ്പോൾ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവും ശ്രീകൃഷ്ണകുമാറിന് എത്ര മൂവ്മെൻറ്റ് ഉണ്ടാവും, മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. അവിടെ പിരായിരി പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ പിന്നെ ഇതുള്ളത്. കാരണം എന്താണ്, അവിടെ ഈ സന്ദീപ് വാര് വന്നതൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് എടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം അവിടെ എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലമാണ്. അവിടെ 6,000 വോട്ട് പിരായിരി പഞ്ചായത്തിൽ UDFിന് അനുകൂലം കൂടുതൽ കിട്ടിക്കൊടുക്കുന്ന മണ്ഡലമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടാൻ കാരണം അവിടെ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ളതുകൊണ്ടാണ്. അവിടെ ശ്രീകൃഷ്ണകുമാറിന് വോട്ട് കൂട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവിടെ ഏറ്റവും പറഞ്ഞത് ഏറ്റവും 4,000-5,000 വോട്ട് കൂട്ടിയാൽ തന്നെ BJPക്ക് അവിടെ ഭയങ്കരമായി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്താണ്, ബാക്കിയുള്ള 2 മണ്ഡലങ്ങൾ ഏത് മാത്തൂരാണെങ്കിലും മറ്റേ കണ്ണാടി പഞ്ചായത്തിലാണെങ്കിലും BJPക്ക് ചെറുതായ മാറ്റം വരുത്താൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, അവിടെ CPM കോൺഗ്രസ് ടക്ക് മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ പഞ്ചായത്തുകൾ അങ്ങനെയാണ്. അവിടെ BJPക്ക് അകത്ത് ചെറുതായിട്ട് കടന്നുകയറ്റം നടത്താൻ പറ്റിയാൽ വരെ 43,000 വോട്ട് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലോകസഭാ ഇലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീകൃഷ്ണകുമാർ കിട്ടി 43,000 വോട്ട് നിലനിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്താണ്, എവിടെ നിന്നാണ് ലോസ് വരാൻ പോകുന്നത്? മുനിസിപ്പാലിറ്റിയിൽ ഈ പറഞ്ഞ 6,000 വോട്ട് 7,000 വോട്ട് കുറവുണ്ടല്ലോ, 6,000 വോട്ട് കുറവുണ്ട്. 6,000 വോട്ട് നമ്മുടെ രാഹുൽ മാങ്കുടൽ ഷാഫി പറമ്പലിന് കുറവുണ്ട്. ആ 6,000 വോട്ട് കൂട്ടണമല്ലോ. ആ 6,000 വോട്ട് കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കാരണം എന്താണ്, മുനിസിപ്പാലിറ്റിയിൽ ഷാഫി പറമ്പിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രോജക്റ്റും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മുനിസിപ്പാലിറ്റിയിലില്ല. പാലക്കാടത്തെ BJPനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. BJPനെ നിങ്ങൾ നോക്കിയാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അവരെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ അമ്പലങ്ങളായാലും ഈ പറയുന്ന ഉത്സവങ്ങളായാലും ഈ മൂത്താൻ തറയായാലും ഈ പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റി ആയാലും എല്ലാം കൂടുതലായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നത് വർഷങ്ങളായിട്ട് അതിനെ കൈകാര്യം ചെയ്തു വന്നിരുന്ന ആളെന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണകുമാറാണ്. അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ RSS എപ്പോഴും പാലക്കാടിൻ്റെ സ്ഥലങ്ങളിൽ റിസ്ക് എടുക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്, അവർ കേന്ദ്രത്തിലടക്കം ബന്ധമുള്ള നേതാക്കന്മാർ പാലക്കാടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പിന്നെ RSSൻ്റെ മുതിർന്ന നേതാക്കന്മാർ വരെ വന്നിരിക്കുന്ന സ്ഥലം പാലക്കാടാണ്. അതാണ് ഈ മൂത്ത സമുദായമായിട്ടൊക്കെ ഇത്ര RSSൻ്റെ ബന്ധം. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണകുമാറിനെ എത്ര പെർഫോം ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും കാരണം ശ്രീകൃഷ്ണകുമാറല്ല പാലക്കാട്
മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് പോകുന്ന വോട്ട് ഈ പറഞ്ഞ ശോഭ സുരേന്ദ്രൻ അവിടെ കൊണ്ടുവരാൻ മുനിസിപ്പാലിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. ഈ പറഞ്ഞ സന്ദീപ് വാര്യർക്ക് മുനിസിപ്പാലിറ്റി കൊണ്ടുവരാൻ ഇവർ കോൺഗ്രസിലേക്ക് ഈ സന്ദീപ് വാര്യർ കൊണ്ടുവന്നതാണ്. മുനിസിപ്പാലിറ്റിയിൽ ഇളക്കം തട്ടാമെന്ന് വെച്ചാൽ ഒരിളക്കം മുനിസിപ്പാലിറ്റിയിൽ BJP സംബന്ധിച്ച് സന്ദീപ് വാര്യർ വന്നുകൊണ്ട് നടക്കാൻ പോകുന്നില്ല. അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റീനെ കൈകാര്യം ചെയ്യാൻ നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ് ഈ പറയുന്ന സി കൃഷ്ണകുമാർ. അതുപോലെ തന്നെ ഒരാളായി മാറിയിരുന്നു ആര്? ഷാഫി പറമ്പിലെ സംബന്ധിച്ചിടത്തോളം എന്താ, ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയി എന്നുള്ളൊരു ട്രെൻഡ് സത്യം പറഞ്ഞാൽ പാലക്കാടുകാർക്കുണ്ട്. ഇനി നമ്മൾ കാണേണ്ട ആൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തുനിന്ന് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുന്നതാണ് എളുപ്പം. സി കൃഷ്ണകുമാറിൻ്റെ അടുത്തുനിന്ന് ഒരു കാര്യം നേടിയെടുക്കുന്ന എളുപ്പം പാലക്കാടത്തെ സിറ്റിയിലുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിലുള്ള ജനങ്ങൾ വിചാരിച്ചിട്ട് അവർക്ക് ഏറ്റവും എളുപ്പം സി കൃഷ്ണകുമാറാണ്. കാരണം അവരെ അപ്രോച്ചബിളാണ്, കുറേ നേരം എത്താൻ പറ്റും. പക്ഷേ അങ്ങനെ ആയിരുന്നു ഷാഫി പറമ്പില്ല ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലും ഈ പറഞ്ഞ പാലക്കാട് മണ്ഡലത്തിലുള്ള എല്ലാവരുമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടായിരുന്നു കഴിഞ്ഞ 15 വർഷമായിട്ട്. ആ 15 വർഷമായിട്ടുള്ള ബന്ധം ഇപ്പോൾ പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിനെ ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ളത് എത്ര ശതമാനം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പാലക്കാട് പിന്നെ മണ്ഡലത്തിൽ BJP കോൺഗ്രസ് UDF പിന്നെ NDA മത്സരം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റാണ്. ഇനി ഞാൻ ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ LDF എന്താ സംഭവം? LDF കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും 5% വോട്ട് കൂടുതൽ കിട്ടിയത് പരമാർത്ഥമാണ്. അത് പോകാൻ പോകുന്നത് BJP എന്നാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത്. പോകാൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നായിരിക്കും. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് പോകുന്നത്? ഒന്നാമത് സരിനെ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ അറിയാം. സരിൻ്റെ വ്യക്തിബന്ധം എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് കോൺഗ്രസിൽ നിന്ന വ്യക്തിബന്ധമാണല്ലോ. സംസാരവും ശൈലിയും ഒക്കെ ഉണ്ടാവും. അദ്ദേഹം അവിടുത്തുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ 1% അല്ലെങ്കിൽ 2% വോട്ട് കുറയ്ക്കാൻ പറ്റി, അത് കുറയ്ക്കാൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അതുമാത്രമല്ല ഈ പറഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്ദീപ് വാര്യർ എന്തിനാണ് ഓടി പാണക്കാട് തങ്ങളെ കാണാൻ പോയത്? പാണക്കാടേക്ക് പോയാൽ എന്താ അറിയോ? പാണക്കാട് പോയത് മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കേണ്ട കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓടിപ്പോയി അതുകൊണ്ട്, അല്ലെങ്കിൽ നേരെ പിന്നെ എവിടേക്ക് പോയിട്ടില്ല, അവിടെ ഒരു ബിഷപ്പിനെ കാണാൻ പോയിട്ടില്ലല്ലോ, വേറൊരു മതമേലസിനെ കാണാൻ പോയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ കാണാൻ പോയത്? അപ്പം ഈ നമ്മുടെ സന്ദീപ് വാര്യർ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ UDFൻ്റെ ഭാഗമാകുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് പ്രശ്നമില്ല എന്നുള്ളത് വരുത്തി തീർത്താൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ ടൈറ്റായ മത്സരമാണ് നടക്കുന്നത്. ആ ടൈറ്റായ മത്സരത്തിൻ്റെ പിന്നെ തോത് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിനെ കൂട്ടാൻ പറ്റും, എത്ര മുനിസിപ്പാലിറ്റിയിൽ പിന്നെ BJPയുടെ വോട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. BJPൻ്റെ വോട്ട് കുറയ്ക്കാൻ പറ്റുന്നുള്ളത്, BJPൻ്റെ വോട്ട് കൂടാനായിരിക്കും സാധ്യത എന്നുള്ളത്. ഞാനതൊരു ഉദാഹരണം കൂടെ പറയാം. ഈ 28 പിന്നെ മെമ്പർമാരുണ്ടല്ലോ, 28 മെമ്പർമാരുടെ ലീഡ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. എല്ലാം 700 പിന്നെ വോട്ടിന് മേളിലാണ് ലീഡ്. 600-700 വീട്ടിൽ 1000-ന് മേലെയുള്ള ലീഡ് ഏകദേശം 12ഓളം മെമ്പർമാർക്ക് 1000-ന് മേലെ ലീഡുണ്ട്. പിന്നെ ഈ 12 UDF മെമ്പർമാരുണ്ടല്ലോ, ആ UDF മെമ്പർമാർ നിങ്ങൾ നോക്കിയോ എല്ലാം 300, 400, 500 അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അത്രയാണ്. അപ്പം 28 ഇൻറ്റു ലീഡ് മാത്രം കാൽക്കുലേറ്റ് എത്ര വോട്ടുണ്ടെന്ന് പറയാം. അപ്പം ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും കാരണവശാൽ അവിടുത്തെ കൗൺസിലർമാർ കാല് വാരിയാൽ മാത്രമേ ഈ പറഞ്ഞ കൃഷ്ണകുമാർ അവിടെ തോക്കാൻ സാധ്യതയുള്ളൂ. ആ കൃഷ്ണകുമാർ 28 പിന്നെ 28 വാർഡുകളിൽ BJPക്ക് അവർക്ക് കിട്ടിയ വോട്ടും അവരെ ലീഡ് നിലനിർത്താൻ പറ്റിയാൽ മാത്രം മതി ഏകദേശം 39,000-ന് മേലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ 2 മണ്ഡലത്തിലും കൂടെ കിട്ടുന്ന വോട്ട് 40-43 പോകും. അതിൻ്റെ കൂടെ ഈ സരിനും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ BJPക്ക് അവിടെ സാധ്യതയുണ്ട്. പക്ഷേ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ UDFനാണ് സാധ്യത. കാരണം കഴിഞ്ഞ 3,500 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതിനപ്പുറം സരിൻ ഇങ്ങോട്ട് വന്നതിന് സരിൻ 1% പോലും വോട്ട് കൂട്ടാതിരിക്കുകയും കൂടെ വേണം. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പമല്ല. കാരണം ഈ ത്രികോണ മത്സരമായ സ്ഥിതി എങ്ങനെയാണ്? സരിൻ ബിനിമോളായിരുന്നു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ കാണുമായിരുന്നു. LDF UDF മണ്ഡലം പിന്നെ മത്സരമായിട്ട് നമ്മൾ മാധ്യമങ്ങളടക്കം കണ്ടേനെ. പക്ഷേ എന്തുകൊണ്ട് സരിൻ വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ട്രെൻഡ് മുഴുവൻ സരിനിലേക്ക് ഒതുങ്ങി. ട്രെൻഡ് മാത്രമായി വാർത്താതാരമായി. അതിനുശേഷം ഈ പറഞ്ഞ ത്രികോണ മത്സരത്തേക്കൊരു പിന്നെ ഓളം ഉണ്ടാക്കി. അവിടുത്തെ പാർട്ടിക്ക് ഈ പറഞ്ഞ എന്താണ് ബൂത്തിലിരിക്കാൻ വരെ ആളില്ലാത്ത സ്ഥലങ്ങളുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ. അവിടെ വരെ സംസ്ഥാന നേതാക്കന്മാർക്ക് ചാർജ് ഉണ്ട്. അപ്പം CPMൻ്റെ അടക്കം സംസ്ഥാന നേതാക്കന്മാർ തങ്ങി അവിടെ പിന്നെ വർക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? 2% വോട്ട് കൂട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ 2% വോട്ട് സരിന് കൂടുതൽ കിട്ടിയാൽ മാത്രമേ ഈ ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് പോയത് BJPക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള CPMൻ്റെ ഒരു നെഗറ്റീവ് അടിയുറച്ചാൽ മാറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ശക്തമായ മത്സരം അവിടെ ഇടതുപക്ഷ
വർഷം കാൽക്കുലേറ്റ്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല അത്ര ശക്തമായ ഒരു മത്സരം ഈ BJP ജയിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത്. ഇതിൽ BJP ജയിക്കാൻ വേണ്ടി CPM അനുകൂലമാകുന്നല്ല ഞാൻ പറയുന്നത്. ഒരു കാരണം എന്താണ്, ഷാഫി പറമ്പിലെ സിറ്റിംഗ് സീറ്റായ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു മത്സരം കൊണ്ടുവന്നത് BJP ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് ഗുണം ചെയ്യും അവർക്ക്. അതിനുവേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇത് അവർ കാണുന്നത്. അപ്പം ത്രികോണ മത്സരമാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. കണക്കിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ UDF അനുകൂലമാണ്. പക്ഷേ അത് ഈ അടിയൊഴുക്കുകൾ എങ്ങനെയുണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. സുജയ, ഇവിടെ ഇപ്പോൾ പരാമർശിച്ചു പോയ വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല, അത് ഒരു തവണ പരാമർശിച്ച് കഴിഞ്ഞല്ലോ. പക്ഷേ ഉണ്ണിസാറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയധികം കോൺഗ്രസ്സിന് ഒരു ടെൻഷനും ഇല്ലാത്തൊരു ടെൻഷൻ ഫ്രീ സിറ്റുവേഷനാണ് എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് അങ്ങയുടെ മുന്നിൽ എനിക്ക് തോന്നുന്നില്ല. ടെൻഷൻ ഫ്രീ ആയ ഒരു സിറ്റുവേഷൻ കോൺഗ്രസ്സിന് ഇല്ല. അങ്ങ് ഒരു 30 വർഷമായി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത് കാണുന്നയാളാണ്. പക്ഷേ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് എന്നതാണ് ഇത്രയും കാലയളവിൽ ഈ ഒരു മാസക്കാലത്തോളം അല്ലെങ്കിൽ ഒരു മാസത്തിലധികം നീളുന്ന പ്രചാരണത്തിൽ നിന്ന് എനിക്ക് ദൃശ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ട്സ്, നമ്മുടെ റിപ്പോർട്ടേഴ്സ് തരുന്നതിൽ നിന്ന്, ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായത് ഇത് ഒരു ടെൻഷൻ ഫ്രീ ആയ ഒരു സിറ്റുവേഷനേ അല്ല. അത് UDFനുമല്ല, BJPക്കുമല്ല. LDF 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് അവർ പുറമെ പറയുന്നുണ്ട് എങ്കിൽ പോലും വിജയസാധ്യത താരതമ്യേന തങ്ങൾക്ക് കുറവാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു ഘടകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ബഹളം ഒരിടത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. UDFന് ടെൻഷൻ ഇല്ല എങ്കിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു പിക്കിലേക്ക് അവസാന നിമിഷത്തിൽ അവർ എത്തുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും റെലവൻ്റായി നിൽക്കുകയാണ്. സന്ദീപ് വാര്യർ ഇത്രയും ടെൻഷൻ ഫ്രീ ആയുള്ള ലീഗ് കൂടെയുണ്ട്, അതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ മികവിലാണ് അവർ ശ്രദ്ധയൂന്നത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടെൻഷൻ്റെ ആവശ്യമില്ല. സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഈ അവസാന ദിവസത്തെ നീക്കത്തിലേക്ക് പോകേണ്ടിയ ഒരു സാഹചര്യവും അവർക്കുണ്ടായിരുന്നില്ല. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ് കോൺഗ്രസിന് എന്ന് ഞാൻ കരുതുന്നില്ല. സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് കോൺഗ്രസിന് അഡീഷണലായി ഒരു 5000+ വോട്ട്സ് വരും എന്നും ഞാൻ കരുതുന്നില്ല. അതിനുള്ള സാധ്യത പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു സന്ദീപ്. കാരണം സന്ദീപ് നല്ല ഒരു ഒറേറ്ററാണ്, നല്ല ഒരു ഡിബേറ്റിലെ പാനലിസ്റ്റാണ്. പക്ഷേ വോട്ടുകൾ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ഗ്രിപ്പ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അദ്ദേഹം താമസിക്കുന്നത് ഒറ്റപ്പാലത്താണ്, അല്ലെങ്കിൽ ഷൊർണൂരിലാണ് മത്സരിച്ചത്, അവിടേക്കുള്ളൊരു സ്വാധീനം പോലല്ല പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സ്വാധീനം. അത് വിവിധ സമുദായങ്ങൾക്കിടയിൽ, ജനവിഭാഗങ്ങൾക്കിടയിൽ അതൊക്കെ ഉണ്ടാകേണ്ടത് വർഷങ്ങളായി അവർക്കിടയിൽ പ്രവർത്തിച്ചാണ്. അങ്ങനെയുള്ള ഒരു അനുഭവ പരിചയവും ആളുകൾക്കിടയിലുള്ള സ്വാധീനവും ആളുകളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന, നമ്മൾ ചാണ്ടി സാറിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ പുതുപ്പള്ളിയിലൊക്കെ ചാണ്ടി സാറ് എത്രത്തോളം ഫെമിലിയർ ആണോ ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് സാധാരണക്കാർക്കിടയിൽ. കാരണം കയറി ചെന്ന് ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കോ കയറി ചെന്ന് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു പരിചയം അത് C. കൃഷ്ണകുമാറിനുണ്ട്. നഗരസഭയിൽ നല്ല രീതിയിലുണ്ട്, പഞ്ചായത്തുകളിലും ഇപ്പോൾ അദ്ദേഹം ഏറെക്കുറെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ പ്രചാരണ കാലയളവിൽ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ജനങ്ങളുമായിട്ടുള്ളൊരു കണക്ട്, അതുള്ള ആളുകളെയാണ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ പുറത്ത് എത്രയൊക്കെ ബഹളം ക്രിയേറ്റ് ചെയ്താലും, അതായത് വലിയ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ വളരെ കേപ്പബിൾ ആണ് എന്നുള്ള പ്രചാരണത്തെക്കാളും പ്രസംഗത്തെക്കാളും ആളുകൾ നേരിട്ട് കാണുന്ന 1-to-1 ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ, മലമ്പുഴ ആയാലും സമാനമാണ് സ്ഥിതി കേട്ടോ. അവിടേക്ക് അച്യുതാനന്ദനെയൊക്കെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു 1-to-1 ഇൻട്രാക്ഷൻസ് കുറവാണെങ്കിൽ പോലും അച്യുതാനന്ദൻ പറയുന്ന ഒരു ഫിഗറിനെ മലമ്പുഴ സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ 3 പേരിലും അങ്ങനെ ആ രീതിയിലുള്ളൊരു ഫിഗർ ക്രിയേഷൻ എന്ന് പറയുന്നത് ആസ് സച്ച് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഡോക്ടർ P. സരിൻ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും C. കൃഷ്ണകുമാർ ആയാലും ഫെമിലിയർ ഫേസസ് എന്നതിനപ്പുറം വലിയ ഒരു ടവറിംഗ് സ്ട്രേച്ചറുള്ള ഒരു ഫിഗർ എന്ന രീതിയിലേക്ക് അവരാരും എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ല സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തുറന്നു പറയുന്നതിന് തുല്യമാണ് അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന DCCയുടെ ലെറ്റർ ഹെഡിലുള്ള DCC പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടിയുള്ള, മറ്റ് VK ശ്രീകണ്ഠൻ അടക്കമുള്ളവരുടെ ഒപ്പോടുകൂടിയുള്ള ഒരു കത്ത്. ആ കത്ത് 15-ാം തീയതി പുറത്തു വരുന്നു. അത് കിട്ടിയിട്ടില്ല എന്ന് ദീപാദാസ് മുൻഷി പറയുന്നു. എന്നാൽ ഈ കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കത്ത് നിലനിൽക്കുന്നതാണ് എന്നുള്ളതും VK ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകൾ സമ്മതിച്ചതാണ്. അതിൻ്റെ ഒരു കാലപരിധി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി AICC പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് എന്നത് മാത്രമാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്നാൽ ഈ കത്തും കത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളും അത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, അത് അവരുടെ പ്യുവർ തോട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് DCC നേതൃത്വത്തിന്, DCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ മണ്ഡലത്തിലെ ഘടകങ്ങൾ അറിയാം. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് ഏറ്റവും കേപ്പബിളായ കാൻഡിഡേറ്റായി അവർ കണ്ടെത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചത്
എന്ന ആ ഒരു കാര്യം അതിപ്പോഴും റെലവൻ്റായി ആ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അത് നെഞ്ചിടിപ്പേറ്റേണ്ട ഘടകം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ പാളയത്തിൽ പട എന്ന് പറയുന്നത് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പുറത്തേക്ക് അവർ അത് കാണിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പുറത്തേക്ക് കാണിക്കുന്നതിനപ്പുറം പലതും കലങ്ങിക്കിടക്കും. ആ കലങ്ങിക്കിടക്കുന്നത് പുറത്തെ വെള്ളമെന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്നുണ്ടാകും. അടിത്തട്ട് എത്രത്തോളം കലങ്ങിക്കിടക്കുകയാണ് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ അറിയാൻ കഴിയൂ. പലപ്പോഴും ഇങ്ങനെയുള്ള കലക്കങ്ങൾ ഉണ്ടാകുമ്പോഴും അവസാനം ഒന്നിച്ചു വോട്ട് ചെയ്ത് അങ്ങനെയുള്ള പല പല ട്രെൻഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടിത്തട്ടിലെ കലക്കം അതിൻ്റെ ഒരു ആഴവും പരപ്പും എത്രയാണ് എന്നുള്ളത് നമുക്ക് പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് കൃത്യമായി പറയാൻ കഴിയും. 20-ാം തീയതി പോൾ ചെയ്യപ്പെടുന്ന ബൂത്തുകൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഓരോ ബൂത്തും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ മേഖല എന്ന് പറയുന്നത് ഈ DCCയിലെ ഓരോരുത്തരുടെയും സ്വാധീന ശക്തിയുള്ള ചില കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. അവിടെ നിന്നൊക്കെ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആ പോളിംഗ് പെർസെൻറ്റേജിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി കൊട്ടിക്കലാശം ശക്തി പ്രകടനം അതുപോലെ തന്നെ കളർഫുള്ളാക്കി മാറ്റുക, അതിനൊന്നും ആരും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തില്ല. എല്ലാവരും പരമാവധി ശക്തി അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിൽ കാണുന്നതിനേക്കാൾ കളർഫുള്ളായിട്ടുള്ളൊരു കൊട്ടിക്കലാശമാണ് ഇന്ന് നമ്മൾ പാലക്കാട്ട് കണ്ടത്. അതേ വീറും വാശിയും പോളിംഗ് ബൂത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ശക്തിയും ദൗർബല്യവും അറിയാം. ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് 100% പോളിംഗ് എന്ന രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ മേഖലകളിൽ നിന്നും പൂർണ്ണമായും ആളുകളെ ബൂത്തിലെത്തിക്കുന്നതിന് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിക്കുക, അതിനായി കൃത്യമായി ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ട്, അതായത് 50 പേർക്ക് ഇത്ര പേർ, ആ രീതിയിൽ തന്നെ ആളുകളെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കളി മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഉണ്ണിസാർ, അങ്ങയുടെ പ്രതീക്ഷ പോലെ ഒരു പക്ഷേ കാര്യങ്ങൾ വന്നുവെന്ന് വരില്ല. അപ്പോൾ നെഞ്ചെടുപ്പ് 23-ാം തീയതി കൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതർവൈസ് ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് 1,94,706 വോട്ടർമാരിൽ 60,000 കടക്കുമെന്നാണ് 3 പേരും അവകാശപ്പെടുന്നത്. അതിൽ 25,000 ഭൂരിപക്ഷം 20,000 ഭൂരിപക്ഷം എന്ന് പറയുന്നതിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പോളിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലായി നിൽക്കുകയും ഈ 1,94,000 ഒരു 1,74,000 ഒക്കെ പോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിലെ ആ ഒരു വലിയ വ്യത്യാസമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് ആ ഭൂരിപക്ഷം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ നോക്കൂ, ഈ 1,94,706-ൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ ഇത്തവണ കാര്യമായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്ത്രീ വോട്ടർമാർ എന്ന് പറയുമ്പോൾ അവർക്ക് പരിചിതനായ സ്ഥാനാർത്ഥി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. തങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ എന്നതും പ്രധാനമാണ്. അല്ലാതെ കാൻഡിഡേറ്റിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ അതൊന്നും നോക്കിയിട്ടല്ല സ്ത്രീ വോട്ടർമാർ, പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അവിടെ വിഷയങ്ങൾ, സ്ഥാനാർത്ഥിയുടെ അക്സെപ്റ്റൻസ്, സ്ഥാനാർത്ഥി തങ്ങൾക്ക് എത്രത്തോളം അടുത്ത് ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്, എത്രത്തോളം അപ്രോച്ചബിൾ ആണ് എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണെങ്കിൽ ഈ 1,290,000 സ്ത്രീ വോട്ടർമാരിൽ ഒരു 80,000 പേരെങ്കിലും വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തിയാൽ അപ്പോഴും ഉണ്ണിസാറിന് നെഞ്ചിടിപ്പുണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇനി 85 വയസ്സ് കഴിഞ്ഞ ഈ 2,306 പേരുണ്ട്. അതിൽ ചിലരോടൊക്കെ, പ്രത്യേകിച്ചും കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതായത് പ്രായമായവരടക്കം എല്ലാവർക്കും ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുന്നുണ്ട്. അത് ഈ മത്സരത്തിൻ്റെ ഒരു സ്പിരിറ്റാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം നടക്കണം. കൽപ്പാത്തിയിൽ ഇപ്പോൾ രഥോത്സവം നടന്നു. അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമായി എല്ലാ പ്രായപരിധിയിലുമുള്ള ആളുകൾ, കന്നി വോട്ടർമാർ 2,500-ലധികമുണ്ട്. അതുപോലെ തന്നെ പ്രവാസി വോട്ടൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ കുറവാണ്, 2,229 പ്രവാസി വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവിടെ തന്നെയുള്ള വോട്ടുകളാണ്. ആ വോട്ടുകളിൽ പരമാവധി ബൂത്തിലെത്തിക്കാൻ ആർക്ക് കഴിഞ്ഞാലും അവർക്കായിരിക്കും വിജയം എന്നുള്ളത് സുനിശ്ചിതമാണ്. അതായത് വോട്ടർമാർ നേരിട്ട് ബൂത്തിലേക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നത് മാത്രമല്ല, ഇത്തവണ വോട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു മത്സരത്തിൻ്റെ കാഠിന്യം ബോധ്യപ്പെടുത്തി ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാരണം ഈ പോളിംഗ് ശതമാനം ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന ഒരു എലമെൻറ്റ് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. പാലക്കാട് മണ്ഡലത്തിലെ MLA-യെ രാജിവെപ്പിച്ചിട്ട് വേണമായിരുന്നോ വടകരയിൽ തെരഞ്ഞെടുപ്പിൽ ഒരാളെ മത്സരിപ്പിക്കാൻ? മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിൽ MLA-യുടെ 3rd ടേം ആണ്. ഈ 3rd ടേം കൂടി ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029-ൽ വേണമെങ്കിൽ ഒരിടത്തേക്ക് പോകാം. അല്ല എങ്കിൽ MLA ആയി തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാം. അതൊക്കെ സാധ്യമായിരുന്ന ഒരു ഘട്ടത്തിൽ, അതായത് മന്ത്രിസഭയിലേക്ക് 2026-ൽ കോൺഗ്രസ് മന്ത്രിസഭയുണ്ടാക്കും, UDF മന്ത്രിസഭയുണ്ടാക്കും എന്നൊരു അവകാശവാദം ശരിയാണെങ്കിൽ ഷാഫി പറമ്പിൽ അവിടെ ഇല്ല. ഷാഫി
പറമ്പിൽ നല്ല ഒരു മന്ത്രിയാകുമായിരുന്നില്ലേ? പാലക്കാടിനൊരു നല്ല മന്ത്രിയെ കിട്ടുമായിരുന്നില്ലേ? ഇപ്പോൾ ഇടതുപക്ഷത്തിന് എം പി രാജേഷൊക്കെ ഉള്ളതുപോലെ നല്ലൊരു മന്ത്രിയെ കിട്ടുമായിരുന്നില്ലേ? അതിനുള്ള അവസരം തങ്ങൾക്ക് കളഞ്ഞു കുളിച്ചില്ലേ എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനാണ് തിടുക്കപ്പെട്ട് വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ ഷിഫ്റ്റ് ചെയ്തത്? ആ ഷിഫ്റ്റിങ്ങും അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഷാഫിയെ മാറ്റി മറ്റൊരാളെ അവിടെ കൊണ്ടുവരുന്നു. ഷാഫിയെ പോലെ തന്നെയാണ് എന്ന് ഷാഫി തന്നെ വന്ന് പറഞ്ഞാലും ഷാഫിയെ സ്വീകരിച്ചതുപോലെയുള്ള ഒരു അക്സെപ്റ്റൻസ് പെട്ടെന്ന് വരുന്ന ഒരു മാസം മാത്രം പരിചയമുള്ള പത്തനംതിട്ടക്കാരനായ ഒരു വ്യക്തിയോട് ഉണ്ടാകുമോ എന്നതൊരു ചോദ്യമാണ്. ശരിയാണ്, രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ, ചാനൽ ചർച്ചകളിലെ ഒരു പ്രോമിനന്റ് ഫിഗർ എന്ന നിലയിൽ, സോഷ്യൽ മീഡിയ താരം എന്ന നിലയിൽ അങ്ങനെയൊക്കെ ഫേസ് വാല്യൂ ഉണ്ടാകാം. പക്ഷേ മണ്ഡലത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ഷാഫി പോലെ ഒരു അക്സെപ്റ്റൻസ് അവിടെ ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഈ 184 പോളിംഗ് ബൂത്തുകളിലേക്കും പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നിശബ്ദ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് കയറുന്ന കാര്യത്തിൽ എത്രത്തോളം സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്നിപ്പോൾ ഈ നമ്മുടെ പരസ്യ പ്രചാരണം നടക്കുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നമ്മുടെ പ്രതിനിധി അല്ലമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ലക്ഷത്തോളം 1,94,706 2 ലക്ഷത്തിൽ 1 ലക്ഷം പേരെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രചാരണ പരിപാടികളിൽ, പ്രസംഗങ്ങളിൽ, പൊതുയോഗങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാകും എന്നല്ലാതെ കോൺഫിഡൻ്റ് ആയി വീടുകളിൽ കയറി പരമാവധി വോട്ടർമാരെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് പങ്കുവയ്ക്കാൻ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് സരിനും കൃഷ്ണകുമാറും ചെയ്തിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻസ്. അതായത് ആദ്യഘട്ടത്തിൽ ഈ പെട്ടി വിവാദമൊക്കെ ഉണ്ടാകുമ്പോഴും സരിൻ ഈ ഒരു വീട് സന്ദർശനങ്ങളിലും ഭവന സന്ദർശനങ്ങളിലും കുടുംബയോഗങ്ങളിലും അങ്ങനെയുള്ളതിലാണ് കേന്ദ്രീകരിച്ചത്. കൃഷ്ണകുമാർ ആദ്യം മുതൽ തന്നെ, ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും മേഖലയിൽ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കാം. കാരണം ആ ഒരു രീതിയിലാണ് രാത്രി വൈകും വരെ പല മേഖലകളിലായി തിരിച്ചുകൊണ്ട് കൃത്യമായി ആളുകളെ സ്ക്വാഡ് വർക്ക് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കൃഷ്ണകുമാറിൻ്റെ ഒരു പ്രചാരണം. അത് ഈ പറയുന്ന രീതിയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കി ഓമന മൃഗങ്ങളെ കൊഞ്ചിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല സി കൃഷ്ണകുമാറിൻ്റെ ഇത്രയും ദിവസത്തെ പ്രചാരണം എന്നുള്ളതും നോക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആളുകളിലേക്കുള്ള കണക്ട് അത് കൂടുതലായി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആർക്കാണോ അവർക്ക് പാലക്കാട്ട് ഇത്തവണ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി സന്ദീപ് വാര്യരിലേക്ക് വരാം. പി സനലിൽ നിന്ന് ഒരു മുറിവേറ്റു. പി സരിൻ ഇറങ്ങിപ്പോകുമ്പോൾ കോൺഗ്രസിനുണ്ടായ മുറിവുണക്കുന്നതിന് ഒരു മറുമരുന്നായി സന്ദീപ് വാര്യരെ അവസാന ഘട്ടത്തിൽ വീണ് കിട്ടിയതാണ്. കാരണം CPIMോ CPIയോ കൈ കൊടുത്തിരുന്നെങ്കിൽ, കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഈ ഒരു മരുന്ന് കിട്ടുമായിരുന്നില്ല. അവർ കൂട്ടാതിരുന്നത് കൊണ്ട്, കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വരെ പറഞ്ഞ് ആ ഒരു ഘട്ടം വരെ എത്തിയ ചർച്ചകളിൽ നിന്ന് അവർ പിന്നോട്ട് പോയത് കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. വാട്ടെവർ, എന്തായാലും ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു പിക്ക്, ആ ഒരു ഫൈൻഡിങ് അത് ആരാണ് നടത്തിയതെങ്കിലും അത് വിജയിച്ചോ എന്നതിൻ്റെ ഒരു ടെസ്റ്റ് കൂടിയാണ്. സന്ദീപ് വാര്യരെ പോലെയുള്ള തീവ്രമായി കോൺഗ്രസിന്റെ ആശയങ്ങളെ, കോൺഗ്രസിന്റെ നേതാക്കളെ, രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ അച്ഛനെയും അടക്കം പറഞ്ഞ, പാണക്കാട് കുടുംബത്തെ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇപ്പോഴും ഈ ക്യാമ്പയിനിടയിലും അതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവിടുത്തെ ന്യൂനപക്ഷം മറക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. ഒരു പാണക്കാട്ടെ സന്ദർശനം കൊണ്ട് അതവിടെ തീരുന്നുണ്ടോ? പിന്നെ സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഉണ്ണിസാറും മാഡം ഒക്കെ ഇവിടെ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യർ വന്നയുടൻ പാണക്കാട്ടേക്ക് പോയി. അതും ഒരു പ്രചാരണമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു, അതിനുശേഷം പോയി കൂടിക്കാഴ്ച നടത്തുന്നത്, ആദ്യം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നത് പാണക്കാട് കുടുംബത്തിലാണ് എന്ന് പറയുന്നതും ഒരു ക്യാമ്പയിൻ തന്നെയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം ഈ കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയി തന്നെയുള്ള ഒരു ക്രിറ്റിസിസത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വന്ന മുഖ്യമന്ത്രിക്ക് നേരെ VD സതീശൻ പറയുന്നതിനെ തിരുത്തുന്നു, അല്ലെങ്കിൽ തിരിച്ചു പറയുന്നു. അങ്ങനെ ആ രീതിയിൽ സ്ട്രോങ് ആയിട്ട് CPIMും അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായാലും ഇവിടെ കൗൺസിലേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. 28 കൗൺസിലർമാരിൽ എത്ര പേരെയോ 6 പേരെയോ 9 പേരെയോ ഒക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു, ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല. മാത്രമല്ല പ്രിയ അജയനും സാബുവും ഒക്കെ ഞാൻ എന്നും ഈ പ്രസ്ഥാനത്തിനൊപ്പമായിരിക്കും. സാബു കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറഞ്ഞത്, ഞാനൊരു സംഘപരിവാറുകാരനാണ്, എന്നെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, എന്നെ ആരും വിളിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്നു. സാബുവിൻ്റെ പേര് സായിൽ തുടങ്ങുന്ന കൗൺസിലർ പോകാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പാട്ടൊക്കെ വെറുതെയായി. എന്തായാലും കൂടുതൽ ആരെയും, സന്ദീപിന് ശേഷം കൂടുതൽ ആരെയും കൊണ്ടുവരാൻ കഴിഞ്ഞുമില്ല. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഭാസി ആകടെ പോവുകയും ചെയ്തു. ഈ ഭാസി വോട്ട് കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ അങ്ങ് ചോദിച്ചതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഭാസി 3 തവണ കൗൺസിലർ ആയിരുന്നു പുത്തൂർ നോർത്തിൽ. 2000, 2005, 2010, 2015, 2015, 2020. അതിനുശേഷം BJP ആ വാർഡ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ കൃഷ്ണദാസ്, വൈസ് ചെയർമാൻ ഈ കൃഷ്ണദാസാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. അതാണ് പുത്തൂരിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ പുത്തൂർ നോർത്തിൽ ഭാസിക്ക് എന്തായാലും വോട്ടുണ്ട്. കാരണം ഭാസിക്കും വോട്ടുണ്ട്, കൃഷ്ണദാസിനും വോട്ടുണ്ട്, BJPക്കും ഉണ്ട്, CPIMനും ഉണ്ട്. അപ്പോൾ പുത്തൂർ നോർത്ത് കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നഗരസഭയിലെ ഒരു വാർഡാണ്.
വോട്ടുകളാണ്. അവിടെയുള്ള വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയാണ് ഈ ഇരട്ട വോട്ട് വിവാദം. നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന 2 വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. അതുകൂടി പറഞ്ഞു തന്നെ പോകണം. ഒന്നാമത്തേത്, നമ്മുടെ ചാനൽ തുടങ്ങിയ കാലഘട്ടത്തിൽ റോഷിപാൽ ബ്രേക്ക് ചെയ്ത വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് കേസ്. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് ID വ്യാപകമായി നിർമ്മിച്ചു എന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിലെ തെളിവുകൾ, ലാപ്ടോപ്പ് അടക്കമുള്ള രേഖകൾ പരിശോധിച്ചതിൽ അപ്പോൾ അതുപോലെയുള്ള ID കാർഡ് ആണോ ഇവിടെ? ഇപ്പോൾ വ്യാജ ID കാർഡ് നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരട്ട വോട്ടുകൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയ്ക്കിടെ അങ്ങനെയുള്ള 2 ID നമ്പറുകളിൽ ഒരാൾക്ക് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയുക? അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. പാലക്കാട്ടുകാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് അന്നത്തെ ആ കേസുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് CPIM അതിനെ കൃത്യമായി ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ട്രെൻഡിങ് സ്റ്റാറും കൺവിൻസിങ് സ്റ്റാറുമായിട്ടൊക്കെ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ പീപ്പിൾസ് സ്റ്റാർ അത് ആരാകും എന്നുള്ളതാണ് പാലക്കാട്ടുകാർ നോക്കാൻ പോകുന്നത്. അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഒപ്പം ഉണ്ടാകുമെന്നും എന്ന് അവർ കരുതുന്ന, അവിടെ ജനിച്ചു വളർന്ന ഒരാളാകണോ അതോ അല്ലാതെ ഇപ്പോൾ മാത്രം വന്ന് ഒരു കൺവിൻസിങ് സ്റ്റാറായി മാറാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ആകണോ എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ മുന്നിലുള്ള ചോദ്യം. പിന്നെ ഈ ശ്രീധരനെ പോലെ അല്ല C. കൃഷ്ണകുമാർ എന്ന് അങ്ങ് പറഞ്ഞു. ഈ ശ്രീധരനെ പോലെയല്ല. ഈ ശ്രീധരൻ ബഹുമാന്യനായ ഒരു വ്യക്തിത്വമാണ്, ഒരു ടെക്നോക്രാറ്റാണ്. എന്നാൽ അദ്ദേഹം കൂടി ചേർന്ന് നിൽക്കുന്ന, പാലക്കാടിനെ അറിയുന്ന, പാലക്കാട്ട് ജനിച്ചു വളർന്ന, പാലക്കാടിൻ്റെ മണ്ണിന് എന്താണ് വേണ്ടതെന്ന് അറിയാവുന്ന ഒരു C. കൃഷ്ണകുമാർ കൂടിയുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, പാലക്കാടിനെ നന്നായിട്ട് അറിയാം എന്നുള്ളതും ഒരു ഫാക്ടറാണ്. പാലക്കാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതും അറിയാം എന്നതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എന്തായാലും സാബുവും പ്രിയ അജയനും ഒന്നും എങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ഈ സരിൻ പോയതിൻ്റെ ഒരു ആൻറ്റി സരിൻ, അതുപോലെ തന്നെ ആൻറ്റി രാഹുലിനെ കൊണ്ടുവന്നതിലെ DCCയിലെ സെന്റിമെന്റ്സ്, അതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആകുമെന്നുള്ളത് നെഞ്ചെടുപ്പ് കൂട്ടേണ്ട ഘടകങ്ങൾ തന്നെയാണ്. പിന്നെ SDPIയുടെ നോട്ടീസൊക്കെ അവിടെ ഇല്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കേണ്ട. SDPIയുടെ പിന്തുണ ഈ നിമിഷം വരെ എന്തായാലും SDPI പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാതെ പരത്തി പറയുന്ന ചില വാചകങ്ങളല്ലാതെ ഒന്നും കേൾക്കുന്നുമില്ല. അപ്പോൾ ആ ആരോപണവും അവിടെ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് K. സുരേന്ദ്രൻ പുറത്തുപോയ സന്ദീപ് വാര്യരെ കുറിച്ച് കൂടുതലൊന്നും പറയാതെ ഒരു ബലിദാനി മുദ്രാവാക്യം അവിടെ വിളിക്കുകയും അത് കൂടെയുള്ള പ്രവർത്തകരും അവിടെ ആ കുട്ടിക്കലാശ വേദിയിൽ DJക്ക് പകരം അവിടെ മുഴങ്ങിയത് അതാണ് എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാണ്. അപ്പോൾ നെഞ്ചിടിപ്പ് എന്തായാലും ഉയരും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജി ഈ നാളെയുള്ള മണിക്കൂറുകളിൽ ആര് കൊണ്ടുവരുന്നോ അവരിലേക്ക് വിജയം എത്തുമെന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ. ഓക്കെ, നെഞ്ചിടിപ്പേറ്റുമോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്ന് 4 പേർ, നോ എന്നൊരാൾ. അത് ഞാനല്ലേ? ഉണ്ണിസാറിനോ? Meet the editors.